പിന്നെ മാണിയുടെ മകൻ, എനിക്ക് ചിരി വരുന്നതാണ്, കെ എം മാണി എന്ന് പറയുന്ന ആളാണ് ഈ കെ എം ജോർജ് കഴിഞ്ഞതിനകത്ത് ഒരു സീനിയർ നേതാവായിട്ടുണ്ടെങ്കിൽ. അങ്ങേരെ മുഖ്യമന്ത്രിയാകുന്നതിനെതിരായിട്ട് അങ്ങേരെ കരയിപ്പിച്ച മനുഷ്യനാണ് ജോസ് കെ മാണി. അവനാണ് ഈ കെ എം മാണിയുടെ പിതൃത്വം അവകാശപ്പെടാം. അതിൻ്റെ പിന്തുടർച്ച എങ്ങനെ ശരിയാവും? കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് അതിൻ്റെ ചെയർമാനായിട്ട് ജോസ് കെ മാണി എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു ഊളത്തരമുണ്ട്. ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. മാണി സാറിനെ മുഖ്യമന്ത്രിയായിട്ട് തീരുമാനിച്ച്, സി പി എമ്മിന് സി പി ഐയുടെ അംഗീകാരത്തോടെ മുഖ്യമന്ത്രിയാണെന്ന് തീരുമാനിച്ച്, ഞാനും മാണി സാറും കൂടെ എന്നെ കെട്ടിപ്പിടിച്ച് പുള്ളി ഉമ്മൻ തന്ന് നാളെ 9 മണിക്ക് നമുക്ക് കൂടാം, അപ്പം എല്ലാ നേതാക്കന്മാരും കൂടുക എന്ന് പറഞ്ഞ് പിരിഞ്ഞു. അന്ന് പിറ്റേ ദിവസം രാവിലെ മാണി സാർ എന്നെ വിളിച്ചു, ചെല്ലാൻ ചെന്ന് കരഞ്ഞ് നനഞ്ഞ് കുളിച്ച് നിൽപ്പുണ്ട്. ഞാൻ ചെന്നാ മാണി സാറേ, നമുക്കൊന്ന് മാറ്റി വെക്കണം, ഇന്ന് വേണ്ട. ഞാൻ ചെന്താ വേണ്ടാത്ത കാരണം എന്ന് വെച്ചാൽ നടക്കുകയല്ല, മക്കളാ വഴക്കാം, പിന്നെ മക്കൾ സമ്മതിക്കില്ല, മകനും പെമ്പളെയും സമ്മതിക്കില്ല. അപ്പം ഞാൻ സാറും ഞങ്ങൾ സംസാരിക്കുമ്പോൾ മകനും പെമ്പളെയും പുറകെ നിൽക്കുന്നതേ കാണാം, ഡോറിന് പുറകിലേ. ഞാനത് കഴിഞ്ഞ് തലേ ദിവസം ഇത് സംസാരിച്ച് മാണി സാർ മുഖ്യമന്ത്രി എന്നുള്ള തീരുമാനമെടുത്ത് ഞങ്ങൾ പിരിയുക. ഞാൻ ഇറങ്ങി വന്നപ്പം മാണി സാറിൻ്റെ ഏറ്റവും ഇഷ്ടക്കാരനായ സിബി എന്ന് പറയുന്നത് പാലായിലുണ്ട് ഇപ്പോഴും, നല്ല മാന്യനായ ഒരു ചെറുപ്പക്കാരനാണ്. അവൻ എന്നോട് നടക്കാൻ സാറേ എന്ന്. പിറ്റേ ദിവസം രാവിലെ ഇങ്ങനെ മാണി സാറ് വിളിച്ച് നടക്കാത്ത സാഹചര്യം വന്നപ്പോൾ എന്നാണെന്നറിയാൻ വേണ്ടി ആ സിബിയുടെ മുകളിലോട്ട് ഞാൻ ചെന്നു. സിബി എന്നോട്, ഞാൻ ഇന്നലെ സാറിനോട് പറഞ്ഞത് നടക്കണം. ഞാൻ വെച്ചാൽ എന്നെ ആ മകനും മകളും ഉള്ളിടത്തോളം ഇങ്ങനെ നടക്കണമെന്ന് പറഞ്ഞു. ചോദിച്ചപ്പോൾ എന്നാണെന്നറിയാമോ, രാഹുൽ ഗാന്ധി ഈ ജോസ് കെ മാണിയുടെ ഭാര്യയുടെ അങ്ങനെ ഉടനെ പാർലമെൻറ്റ് ഇലക്ഷൻ വരാൻ പോകാണല്ലോ, 6 മാസമുള്ളൂ ഞങ്ങൾ ആ ചർച്ചയുമായിട്ട്. ആ ചർച്ചയിൽ ജോസ് കെ മാണി ഇരുമ്പുരുക്ക് വകുപ്പ് മന്ത്രിയാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പോലെ മിക്കവാറും കിട്ടുകയല്ലേ രാഹുൽ ഗാന്ധിക്ക്. ഈയനം പൊട്ടന്മാരെയൊക്കെ കൂടുതൽ കേരള കൊടുത്ത് കിടക്കുന്ന മനുഷ്യൻ എന്തൊരു പൊട്ടനെ. ഏതായാലും നടന്നില്ലത്. അങ്ങനെ മാണി സാർ വളരെ ദുഃഖിതനായിരുന്നു. അത് കഴിഞ്ഞ് അങ്ങനെ വലിയ നാൾ നിന്നില്ലല്ലോ, ഗവൺമെൻറ് പോയി, അദ്ദേഹം ഭരിക്കുകയും ചെയ്തു. പിന്നെ ജോസഫായിട്ടുള്ള സ്പ്ലിറ്റ് എന്ന് പറയുന്നത്, മാണി സാറ് മന്ത്രിയായിരിക്കുമ്പോൾ ഇലക്ഷൻ കേസ് കേരള ഹൈക്കോടതി പുള്ളിക്കെതിരായിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഹൈക്കോടതി വിധിച്ചു. അപ്പോൾ പുള്ളി രാജിവെച്ച് ജോസഫിനെ മന്ത്രിയായി. ജോസഫ് മന്ത്രിയായപ്പം അതിന് തർക്കമുണ്ടായി. ജോസഫിന് പകരം കെ വി കുര്യൻ മന്ത്രിയാകണം, പി ടി സുഭാഷൻ മന്ത്രിയാണ്, അങ്ങനെ പല തർക്കമുണ്ടായിരുന്നു. പക്ഷേ ഭൂരിപക്ഷം ജോസഫിനെതിരാണ്, ജോസഫ് മന്ത്രിയായി. 6 മാസം കഴിഞ്ഞപ്പം നമ്മുടെ സുപ്രീം കോടതിയിൽ നിന്ന് കെ എം മാണിക്ക് കുറ്റബോധത്തിനാക്കി വിധി വന്നു. അപ്പോൾ മാണി സാർ മന്ത്രിയാണെന്നുള്ളത് സ്വാഭാവികമല്ലേ. അതെ, മാണി സാറിന് കേരള കോൺഗ്രസ് ചെയർമാനോ മന്ത്രി ഏതെങ്കിലും ഇവിടെ നിർബന്ധമാണ്. അപ്പോൾ അന്ന് ജോസഫ് മന്ത്രിയായപ്പോൾ ഉടനെ തന്നെ മാണി സാറ് പി ടി സുഭാഷിനായിരുന്നു ചെയർമാൻ. അയാളെ കെ വി കുര്യനാണോ വിളിച്ചുകൊണ്ട് രാജിവെച്ചിട്ട് മാണി സാർ ചെയർമാനായിരുന്നു. അപ്പോൾ മാണി സാർ ചെയർമാൻ സ്ഥാനം രാജിവെക്കുക. അപ്പോൾ മന്ത്രി സ്ഥാനം രാജിവെക്കണം, ഇങ്ങനെ ചെയർമാൻ സ്ഥാനം രാജിവെക്കണം. മാണി കയറി പ്രഖ്യാപിച്ചു, ഞാൻ ചെയർമാൻ സ്ഥാനം രാജിവെച്ചിരിക്കുന്നു. എന്നിട്ടും ജോസഫ് മന്ത്രി സ്ഥാനം രാജിവെച്ചില്ല. അതായത് ജോസഫിൻ്റെ മനസ്സിലിരുന്നത് രാജിവെക്കണ്ട എന്ന് മാണി സാർ പറയുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. കാരണം 6 മാസം അല്ലേ ഉള്ളൂ, 1 കൊല്ലം ഇരിക്കട്ടെ എന്ന് വരിക്കും. പക്ഷേ മാണി സാർ സമ്മതിക്കുമോ? ഇങ്ങനെ ഇരുന്ന് നമുക്ക് കെ എം മാണിയില്ലെന്ന് മാണിക്കറിയാവുന്നു. അവസാനം ജോസഫ് നിവൃത്തിയില്ലാതെ സന്നദ്ധ പ്രവർത്തിച്ചു. അങ്ങനെ മാണി സാർ കൃത്യം മന്ത്രിയായി കഴിഞ്ഞ് ഇങ്ങനെ ജോസഫ് ഇങ്ങനെ കിടക്കുക. അപ്പോൾ ആര് ചെയർമാൻ? അതിന് ഇലക്ഷൻ ആയപ്പം വലിയ മത്സരം ഉണ്ടായി. മത്സരത്തിലാണ് പി ജോസഫ് ചെയർമാനായിട്ട് വന്നത്. അതോടെ മാണി സാറിനിട്ട് പണി തുടങ്ങിയില്ലോ, സ്വാഭാവികമല്ലേ. അങ്ങനെ അന്ന് ജയിക്കപ്പോൾ ജോസഫിന് അനുകൂലമാണ്. വളരെ സ്ട്രോങ് അനുകൂലമാണ് ജയിക്കപ്പോൾ. ഞാനും അതുപോലെ മരിച്ചു കൂടി കൊടുത്തായിരുന്നു.